സൺഡേ അല്ലേ, അപ്പം നമുക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കത് വെച്ചും കൂടെ കാണിക്കാം കേട്ടോ. അപ്പം നേരത്തെ ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 കിലോ ചിക്കനാണ്. നമുക്കിത് എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം. അപ്പോൾ കഴുകി എടുക്കട്ടെ. എന്തുവാ ഇപ്പോൾ വന്നേക്കൊന്ന് ഓടി. അല്ല അവൻ മീൻ മേടിച്ചപ്പോൾ അവൻ വന്നില്ല. അവനെ വിളിച്ചപ്പോൾ അവൻ വന്നില്ല. അവൻ അന്നേരം മറ്റേ പൂച്ചകളെ കണ്ടോണ്ട് ഓടിപ്പോയി. ഇപ്പൊ അവന് ഓടി വന്നേക്കുന്നു ചിക്കനിന്റെ മണം അടിച്ചപ്പോ. പോയിക്കോലായിരുന്നോ? പറഞ്ഞേ കേൾക്കാൻ അനുസരണം ഇല്ലാത്തവനെ. അമ്മയാണോ? അമ്മയല്ല നീയാ. അമ്മയല്ല നീയാ അനുസരണം ഇല്ലാത്തവനെ. വായി നോക്കി. ഞാനല്ല. ഓ എന്തോ അതും കേട്ടെ. എൻ്റെ ഉളുമ്പ് മണം മാറാനേ നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാമേ. പിഴിഞ്ഞൊഴിച്ച് കഴുകി വാരി കണ്ണാപ്പ പാത്രത്തിൽ വെക്കാം. അരപ്പ് പുരട്ടി വെക്കാമേ. ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇത്രയും കൊച്ചുള്ളിയും കൂടെ പൊളിച്ച് അരിഞ്ഞെടുക്കണം. കണ്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതോട് ചതച്ചെടുക്കാം. ഇത് അരച്ച് പുരട്ടി വെക്കണ്ടായോ. പിന്നെ മസാല പുരട്ടാനെ കൊണ്ടിട്ട് കൊടുക്കാമേ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണേ, അത് ഇട്ട് കൊടുക്കാം. വേണ്ട ആവശ്യത്തിന് ഉപ്പ്. ഇതേണ്ട മീഷോയിൽ നിന്ന് മേടിച്ചതാണേ. ഇതിനകത്ത് എൻ്റെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി. നമുക്ക് അപ്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി പിന്നെ അത് ആ ഒരു ടിന്നുള്ളത് കൊണ്ട് നമുക്ക് 100 ടിന്നെടുത്ത് തപ്പി നടക്കണ്ട കേട്ടോ. ഒരു 3-4 ഐറ്റം അതിനകത്ത് ഇരുന്നോളുമല്ലോ. പിന്നെ നമുക്ക് ചിക്കൻ മസാല, ഇതാണല്ലോ അത്യാവശ്യം. മുളക് പൊടിക്ക് പകരമാണ് മുളക് അരച്ചത് ചേർക്കുന്നത്. പുരട്ടിയെടുക്കാമേ. നല്ലതായിട്ട് ഇളക്കി എടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് വറുത്തെടുക്കാവേ. നമുക്ക് ഇളക്കി വെച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇളക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് അടച്ചു വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടേ. കറണ്ടില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് ഇരുട്ടാണ്. എൻ്റെ മണ്ണെണ്ണകളൊക്കെ കത്തിച്ച് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ തീ പിടിപ്പിച്ചു കേട്ടോ. തീ പിടിച്ചിന് ചട്ടി അടപ്പി വെക്കാം. വേണ്ട ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്ക് ഈ തേങ്ങ പൊട്ടിച്ച് തിരുമ്മിയെടുക്കാം. വേണ്ട നമ്മുടെ തേങ്ങ പൊട്ടിച്ച്. അപ്പോൾ ഒരു മുറി തേങ്ങ നമുക്ക് തിരുമ്മിയെടുക്കാമേ. നമ്മുടെ മണ്ണെണ്ണ വിളക്ക് എന്താ പവറിലാണ് കത്തുന്നത്. പക്ഷേ തീ നോക്ക്, തീ അധികം കത്തുന്നതേ ഇല്ല. അപ്പോൾ എന്തെങ്കിലും ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. വെളിച്ചെണ്ണയാണ് കേട്ടോ. വെട്ടമില്ലാത്തതുകൊണ്ട് കാണുന്നില്ലെന്ന് തോന്നുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ചിക്കൻ ഇട്ട് കൊടുക്കാമേ. അതുകൊണ്ട് നമ്മുടെ ചിക്കൻ അപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വറുത്ത് കോരിയെടുക്കാമേ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെട്ടമില്ലാത്ത കേട്ടോ. എൻ്റെ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന മുളക് വേണ്ട മുളകും എടുത്ത് മുളക്, തേങ്ങ, മല്ലി നമുക്ക് ഇത്രയും കൂടെ വറുത്തെടുക്കാമേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ഇഞ്ചിക്കകത്തോട്ട് നോക്കിയപ്പോൾ ഒരു സൂത്രം നിൽക്കുന്നു. ഞാൻ കാണിച്ചു തരാം എന്തുവാന്ന്. കണ്ടോ? നമുക്ക് എടുക്കാമേ. തോരനുള്ളതുകൊണ്ട് വേണ്ട നമ്മുടെ ചിക്കന് ഈ പരുവായിട്ടുണ്ട്. കണ്ടോ? വേണ്ട നമ്മുടെ തേങ്ങയും മുളകുമാണേ, മല്ലിയും. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെട്ടമില്ലാത്ത കേട്ടോ.
അത്രയും മൂത്തിട്ടുണ്ട്. തേങ്ങയും മുളകും മല്ലി. നമ്മുടെ ചിക്കനാണെങ്കിൽ രണ്ടാമത് വറുത്തെടുത്തിട്ടുണ്ട്. അത്രയും വറുത്തെടുത്തു. രണ്ടാമത്തെ ഇതിട്ടതാണ് നമ്മുടെ ചിക്കൻ വറക്കാൻ. അത് മൂത്ത് വരട്ടെ. മൂപ്പായി കേട്ടോ. ഇത്രയും മൂത്ത് കേട്ടോ, മതി. നമുക്കിത് അരച്ചെടുക്കാമേ വൃത്തിയായിട്ട്. നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചട്ടി അടുത്ത ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഉള്ളി എല്ലാം വഴറ്റിയെടുക്കണ്ടേ. അപ്പോൾ നമുക്ക് തീ കൊടുക്കാം. ചട്ടി ചൂടാകട്ടെ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. ചിക്കൻ വറുത്ത കുറച്ച് എണ്ണ ഉണ്ടായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാമേ. പൊട്ടട്ടെ. ചറ പറയാന്നും പറഞ്ഞ് കടുക് അങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് എൻ്റെ ഈ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അവനാണ് ഇതിനകത്തെ വില്ല്. ഇപ്പം കണ്ടോണം, ചാറ വറയെന്നും പറഞ്ഞ് കൂട്ടി അടി അങ്ങോട്ട് നടക്കുന്നത് കണ്ടോണേ. അതിന് മൂക്കട്ടെ. നമുക്കിനി ഈ കറിക്കുള്ള ചൂടുവെള്ളം വെക്കാമേ. മറ്റേതൊക്കെ വഴണ്ട് വരുമ്പോഴത്തേക്ക് ചൂടുവെള്ളം തിളയ്ക്കും. കണ്ടോ, കൂട്ട അടി കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എൻ്റെ ഇത്രയും ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള ഒരു ഉപ്പ്, പെട്ടെന്ന് വഴളാനാണ് ഉപ്പ് ഇട്ട് കൊടുക്കാമേ. വേണ്ട, ഇത്രയും ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണേ. ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാമേ. എല്ലാം വഴണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. എൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കുവാണേ. അത് തേങ്ങായും എല്ലാം കൂടെ വറുത്തത്. പിന്നെ എൻ്റെ മസാല കൂട്ട്, ഇത് കറുവപ്പട്ട എല്ലാം കൂടെ പൊടിച്ചതാണ്. പിന്നെ എൻ്റെ പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കിനി ചൂടുവെള്ളം ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം ഒഴിക്കാമേ. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിനകത്തോടെ ഇട്ട് കൊടുക്കാം. ഇളക്കി എടുക്കാമേ. ഇളക്കിയിട്ട് പിന്നെ ഈ തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് പറ്റിച്ച് ഉപ്പ് ഇട്ട് കറിവേപ്പില ഇട്ട് നമുക്ക് വാങ്ങാം. കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇളക്കി വെക്കാം. ഇനി അതിരുന്ന് തിളച്ച് പറ്റട്ടെ. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ചോറുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. കൊള്ളാം. അപ്പം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.